നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC. ഇന്ന് ആഗസ്റ്റ് 18 ഏറ്റവും വലിയ ഒരു ദുഃഖത്തിലാണ് വൈദ്യശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും. കാരണം 28 കൊല്ലമായി നീണ്ട സൗഹൃദമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ബാക്ക് ബോൺ ക്യാൻസർ അഥവാ ബോണിനെ ബാധിക്കുന്ന, മസിലിനെ ബാധിക്കുന്ന, ബാക്ക് ബോണും അതിൻ്റെ മസിലും ചേർന്നുള്ള അവസ്ഥയെ ബാധിക്കുന്ന അർബുദമായി എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ മരണപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ബോൺ ക്യാൻസറായി 100 കണക്കിന് രോഗികൾ എൻ്റെ കസ്റ്റഡിയിലും ഞാൻ ജോലി ചെയ്ത പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും മരണപ്പെട്ടിട്ടുണ്ട്. തിരിച്ചു വരാനാവാത്ത ഒരു രോഗമാണ് ബാക്ക് ബോൺ ക്യാൻസർ. ഇന്ന് അതിനെപ്പറ്റി അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രമുള്ള ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി, ചികിത്സയല്ല. ചികിത്സയ്ക്ക് വിദഗ്ധ ഓങ്കോളജിസ്റ്റുകളെയോ ഗവേഷകരെയോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയോ സമീപിക്കണം. ലീഗൽ വാണിംഗ്. ഇന്ന് ബാക്ക് ബോൺ ക്യാൻസർ ഭാരതം മുഴുവൻ അടിച്ചു കയറുകയാണ്. കേരളത്തിൽ 10,000 കണക്കിന് പേർക്ക് ബോൺ ക്യാൻസർ വന്നു കഴിഞ്ഞു. വന്നാൽ തിരിച്ച് 100-ൽ 80% പേരും രക്ഷപ്പെട്ടിട്ടില്ല. പരമാവധി ആയുസ് 5 to 8 കൊല്ലം. ഇത് തിരിച്ചറിഞ്ഞാൽ എന്താണ് ബാക്ക് ബോൺ ക്യാൻസറിൻ്റെ മൂലകാരണം? ആദ്യം ബോണിലേക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ, പ്രാണവായു എത്തുന്നില്ല. 2, തെറ്റായ ജീവിത രീതി, അമിത മദ്യപാനം, പിടിച്ചു കിട്ടാനാവാത്ത, നിയന്ത്രിക്കാനാവാത്ത അമിത അളവിലുള്ള മദ്യപാനം, പുകവലി, ഒപ്പം വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ അഥവാ കുക്ക്ഡ് ചെയ്ത തെറ്റായ വറുത്ത ഭക്ഷണങ്ങൾ, അമിത ബ്രോയിലർ ചിക്കൻ്റെ അമിത ഉപയോഗം, അമിത ലൈംഗികത, വൃത്തിയില്ലാത്ത ചിട്ടയില്ലാത്ത ചില ലൈംഗിക ജീവിതങ്ങളും മനുഷ്യനെ ബോൺ ക്യാൻസറിലേക്ക് നയിക്കുന്നു എന്നാണ് ഗവേഷകരായ ഞങ്ങളുടെ കണ്ടെത്തൽ. പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട രോഗികളോട് ഇത് പറഞ്ഞാൽ അവരതനുസരിക്കാറില്ല. മദ്യപാനം നിർത്താറില്ല, പുകവലി നിർത്താറില്ല, വറുത്തതും പൊരിച്ചതുമായ തെറ്റായ ഭക്ഷണങ്ങൾ നിർത്താറില്ല. അവർ വേഗം സ്റ്റേജ് 4-ലേക്കോ 5-ലേക്കോ ബോൺ ക്യാൻസറിനെ കൊണ്ടുപോകുന്നു. ഇതിൽ അലോപ്പതിയിൽ ഫോട്ടോൺ ബീം തെറാപ്പി എന്ന ഒരു ചികിത്സയാണ് അഡ്വാൻസ് ആയിട്ടുള്ളത്. പക്ഷേ ചികിത്സ ഫലിക്കാൻ സാധ്യത കുറവാണ്. ചെലവ് ജാസ്തിയും വിജയം കുറവും. ഇതിനുള്ള ഏക വഴി ഞങ്ങളുടെ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ പ്രകാരം ശരീരഭാരത്തിന് 1.5 ഗ്രാം, 50 ഗ്രാം ഭാരമുള്ള വ്യക്തി 75 ഗ്രാം വരെ പല തവണയായി പ്രോട്ടീൻ പൗഡർ കഴിക്കണം. omega-3 ഫാറ്റി ആസിഡ്, omega-3, 6, 9 EPA അമിത അളവിൽ ഈ ഫാറ്റി ഒമേഗ കഴിക്കുക ചിലപ്പോൾ റിവേഴ്സ് ചെയ്തേക്കാം. 3, അമിനോ ആസിഡ്. ഇത് ബീറ്റ്റൂട്ടിലും അമിനോ നൈട്രിക് ഓക്സൈഡ്, L-argin. ഇത് ബീറ്റ്റൂട്ടിൽ ചില കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഈ അമിനോ ആസിഡ് ധാരാളം അടങ്ങിയിരിക്കുന്നു. ബീറ്റ്റൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ് ചിലപ്പോൾ ഒരു പരിധിവരെ സ്റ്റേജ് 1-ലും 2-ലും 3-ലും നിയന്ത്രിച്ചേക്കാം. പക്ഷേ ബോൺ ക്യാൻസർ വന്നാൽ ആദ്യം വേണ്ടത് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ
നിങ്ങൾ ഫസ്റ്റ് ചികിത്സ തുടങ്ങുക. ഒരിക്കലും അമാന്തിക്കരുത്. സ്റ്റേജ് മാറിക്കഴിഞ്ഞാൽ ഇത് മരണത്തിലേക്കാണ് പോകുക. ഞങ്ങൾ ബോൺ ക്യാൻസറിനെ പറ്റി നിരന്തരമായി ഞങ്ങളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും മൾട്ടി സ്പെഷ്യാലിറ്റിയിലൊക്കെ ജോലി ചെയ്ത ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ടാക്കുന്ന മരണങ്ങളിലൊന്നാണ് ബ്രെയിൻ ഗ്ലയോമ അഥവാ ബ്രെയിൻ ക്യാൻസറും ബോൺ ക്യാൻസറും. ബോണിലേക്ക് ബാധിച്ചാൽ തിരിച്ചു വരിക പ്രയാസമാണ് എന്നത് തന്നെയാണ്. ചരിത്രത്തിൽ ബോൺ ക്യാൻസർ വന്ന് രക്ഷപ്പെട്ടവർ വളരെ വിരലിലെണ്ണാവുന്നവരാണ്. അതും ഷോർട്ട് ടൈമാണ് അവരുടെ ആയുസ്. തീർച്ചയായും നമുക്ക് ഈ അപകടത്തെ മാറ്റാൻ നിങ്ങൾ പരിപൂർണമായും ചിട്ടയായ ജീവിതം നയിക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങുക, മദ്യപാനം പരിപൂർണമായി ഉപേക്ഷിക്കുക, പുകവലി ഉപേക്ഷിക്കുക, വറുത്തതും പൊരിച്ചതുമായ മാംസാഹാരം പരിപൂർണമായി ഒഴിവാക്കുക. ഒപ്പം അയേൺ അധികമുള്ള ബ്ലഡിൽ ഓക്സിജൻ പാസ് ചെയ്യാൻ അയേൺ എന്ന ധാതു ആവശ്യമാണ്. അയേണിൻ്റെ അളവ് കൂട്ടി യോഗയും മെഡിറ്റേഷനും വ്യായാമവും സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക, മനക്കരുത്തുണ്ടാക്കുക, 9 മണിക്കൂർ വരെ ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ചെറിയ പരിഹാരം മാത്രം. തീർച്ചയായും നമുക്ക് ബോൺ ക്യാൻസറിനെ ഭാരതം മുഴുവൻ പടർന്ന് വ്യാപിക്കുന്ന ഈ ബോൺ ക്യാൻസർ നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയും, നിങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ. താങ്ക് യു. ഒരു ഇൻഫോർമേഷൻ മാത്രം, ചികിത്സയല്ല. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC, www.worldrehabilitationorganization.com. നിങ്ങളുടെ സൗജന്യ കുറികൾക്ക് arogya.research@gmail.com. നമസ്തേ. ആരും അർബുദം എന്ന മഹാരോഗം വരാതെ ശ്രദ്ധിക്കുക. അഥവാ വന്നാൽ ഉടൻ തന്നെ ചികിത്സാ നിർദ്ദേശങ്ങൾ തേടുക. താങ്ക് യു. ലോക സമസ്ത സുഖിനോ ഭവന്തു. വസുദൈവ കുടുംബകം.